ഹായ് ഓൾ, വെൽക്കം ടു ഹൗസ് ഓഫ് പ്രണയ. ഇന്നൊരു നാരായൺപേട്ട് സാരിയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. നാരായൺപേട്ട് സാരീസ് 100 കൗണ്ടിൻ്റെ വെരി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ്ലൂം സാരിയാണ്. ഈ സാരി ഡിസൈനിൽ വെരി സ്മോൾ ബോർഡർ ആയിട്ടാണ് വരുന്നത്. ഇത് മെറൂൺ ബോഡി ആയിട്ട് ഒരു ഗ്രീൻ കളർ ത്രെഡ്, ഒരു ഹൈലൈറ്റിംഗ് ബോർഡർ ഉണ്ട്. ഇതിൻ്റെ വീവിങ് ത്രെഡാണ്, സറി ബോർഡർ അല്ല നമുക്ക് വരുന്നത്. ഇറ്റ്സ് എ ത്രെഡ് വീവിങ് ബോർഡർ. ഓക്കെ, ഞാൻ സാരി ഓപ്പൺ ചെയ്ത് കാണിക്കാം. സാരിയിൽ ഒരു ചെറിയ ഗ്ലേസിങ് പോലെ വരും. അതിൻ്റെ ഡിഫറെൻറ്റ് വീവിങ്ങിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഇതിലൊരു കോട്ടൺ ആണെങ്കിൽ ഒരു ചെറിയ ഗ്ലേസിങ് തോന്നുന്നത്. ഓക്കെ, പല്ലു കാണിക്കാം. പല്ലു വരുന്നത് ത്രെഡ് വീവിങ് പോലെ ഒരു ചെറിയ സ്ട്രൈപ്സ് ഡിസൈൻസ് ആയിട്ടാണ് വരുന്നത്. ഇതാണ് സാരിയുടെ പല്ലു ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സാരി ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. സാരി വിത്ത് ബ്ലൗസ് 6.25 മീറ്റർ ഉണ്ടാകും. ഇതിൽ നിന്ന് നമുക്ക് ബ്ലൗസ് പീസ് ഒരു 80 to 85 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് ബ്ലൗസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഞാൻ സാരി ദേഹത്ത് വെച്ച് കാണിക്കാം. ഇത് വെരി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ലോങ് വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വെരി കംഫർട്ടബിൾ ഫാബ്രിക്. മറ്റ് കോട്ടൺ സാരികൾക്ക് 80 കൗണ്ട് ആണെങ്കിൽ കുറച്ചുകൂടെ റഫ് ആയിരിക്കും സാരിയുടെ ഫാബ്രിക്ക്. ഇത് 100 കൗണ്ട് ആയതുകൊണ്ട് വെരി സോഫ്റ്റ് മെറ്റീരിയലാണ്. സാരി ഇങ്ങനെ വരും നമ്മൾ സ്റ്റൈൽ ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ ഇത് നമുക്ക് ട്രഡീഷണൽ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. മിനിമൽ ജ്വല്ലറി ഉപയോഗിച്ച് നമുക്കതൊരു കംഫർട്ടബിൾ ഓഫീസ് വെയർ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പ്ലീറ്റഡ് ഒക്കെ ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് very easy to manage saree. See, it will be like this. If you ഒരു ലേസി ഡ്രൈപ്പിനൊക്കെ ആണെങ്കിൽ വെരി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണിത്. ടെമ്പിൾ ജ്വല്ലറി ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്കിതൊരു ട്രഡീഷണൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ 2-3 ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. കളേഴ്സ് ഞാൻ കാണിക്കാം. എല്ലാത്തിൻ്റെയും കളർ മാത്രമേ മാറുന്നുള്ളൂ. ഡിസൈൻ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതൊരു ഗ്രീൻ കളറ്, ബോട്ടിൽ ഗ്രീൻ കളറ്. അതിൽ ഗ്രീനിൽ തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റിംഗ് ബോർഡർ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ലൈറ്റ് ബ്ലാക്ക് കളറ് ത്രെഡ് വീവിങ് വരുന്നുണ്ട്. ഇതാണ് ഒരു കളറുള്ളത്. പിന്നീടുള്ളത് ഒരു ബോട്ടിൽ ഗ്രീൻ ആൻഡ് മെറൂൺ. ഇതൊരു മെറൂൺ ഒരു ഹൈലൈറ്റിംഗ് ബോർഡർ ആയിട്ടാണ് വരുന്നത്. ദെൻ വൺ മെറൂൺ ആൻഡ് ബ്ലാക്ക് ഈസ് എ ഹൈലൈറ്റിംഗ് ബോർഡർ. എവറിത്തിങ് ഈസ് സെയിം ഡിസൈൻ. ദെൻ ബ്ലാക്ക് ആൻഡ് മസ്റ്റർഡ് യെല്ലോ. അതിലൊരു ചെറിയ ഒരു ബ്ലാക്ക് ത്രെഡും കൂടെ ഇൻ ബിറ്റ്വീൻ പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ബോർഡർ വരുന്നത്. ഇതാണ് നാരായൺപേട്ട് സാരിയുടെ ഒരു ഡിസൈൻ. വേറെ ഒരു ഡിസൈനും കൂടിയുണ്ട്. അത് സിൽവർ സാരി ആയിട്ട് വരും. ഞാൻ സാരി ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് മെറൂൺ സാരിയാണ്, മെറൂൺ വിത്ത് സിൽവർ ബോർഡർ. ഇതിൻ്റെ ബോർഡറിനൊരു വ്യത്യാസമുള്ളത്, ഇതിൻ്റെ അതർ സൈഡ് ബോർഡർ ഒരു സ്മോൾ ബോർഡർ ആയിട്ടാണ് വരുന്നത്. ഇത് താഴേക്കുള്ള ബോർഡർ ഇങ്ങനെ വരും. ദിസ് ഈസ് ദ സ്മോൾ ബോർഡർ. ഓക്കെ, ഐ വിൽ ഓപ്പൺ ആൻഡ് ഷോ ദ പല്ലു. ഇതൊരു ത്രെഡ് ലൈൻസ് പോകുന്നതായിട്ടാണ് ഇതിൻ്റെ പല്ലു ഉള്ളത്. ബ്ലൗസ് വിത്ത് ബ്ലൗസ് റണ്ണിങ് ബ്ലൗസ് ആണ് വരുന്നത്. നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ സ്ലീവിൽ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ ചെറിയ ബോർഡറും വയ്ക്കാം. പിന്നെ വലിയ ബോർഡർ ആവശ്യമുള്ളവർക്ക് നമുക്ക് ഈ വലിയ ബോർഡറും യൂസ് ചെയ്യാം. അതുകൊണ്ട് ബ്ലൗസിന് 2 ഓപ്ഷൻ കിട്ടുന്നുണ്ട് സ്ലീവിൻ്റെ ബോർഡർ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ ഇങ്ങനെ വരും. ഇത് സിൽവർ ബോർഡർ ആയതുകൊണ്ട് ഇതിൽ സിൽവർ ജ്വല്ലറി ആയിരിക്കും കൂടുതൽ നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നത്. ഓക്സിഡൈസ് സിൽവർ ജ്വല്ലറീസ്, ബ്ലാക്ക് മെറ്റലൊക്കെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് പോകും. ഇതാണ് മെറൂൺ ആൻഡ് സിൽവർ ബോർഡർ. ഇതിൻ്റെ 2 കളർ വേരിയേഷൻസും കൂടിയുണ്ട്, ഞാൻ കാണിക്കാതെ. ഇതൊരു പീകോക്ക് ബ്ലൂ ആണ്. സെയിം തന്നെ സാരിയുടെ ബോർഡർ സിൽവർ ആയിട്ട് വരും. ഒരു സൈഡ് സ്മോൾ ബോർഡർ. ഓക്കെ, ഇതിൻ്റെ ബോർഡറും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതിൽ ബോർഡറിൽ ഒരു ഗ്രീൻ കളറ് സ്ട്രൈപ്സ് ആയിട്ട് വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വരുന്നത്.
ഓക്കെ, ഈ ബ്ലൗസ് സെയിം തന്നെ, റണ്ണിങ് മെറ്റീരിയൽ ആണ് ബ്ലൗസ്. ഓക്കെ, ദിസ് ഈസ് ദ ബ്ലൗസ്, സെയിം ഫാബ്രിക്. Now we have another one. ഇതൊരു ഡിഫറെൻറ്റ് കളറിലൊരു ഗ്രീൻ ആണ്. നമുക്ക് പിസ്ത ഗ്രീൻ എന്നൊക്കെ കളർ പറയാം, പക്ഷേ ഇതിന് വ്യത്യാസമുണ്ട്. ഓക്കെ, ഇതാണ് സാരിയുടെ ഡീറ്റെയിൽസ്. പല്ലു ഒരു വൈറ്റ് ആൻഡ് റെഡ് കളറ് സ്ട്രൈപ്സ്, റെഡ് അല്ല ഒരു മെറൂൺ കളർ സ്ട്രൈപ്സ് ആയിട്ടാണ് വരുന്നത്. ഇതാണ് സാരിയുടെ പല്ലുവായിട്ട് വരുന്നത്. ബ്ലൗസ് അറ്റാച്ച്ഡ് റണ്ണിങ് ബ്ലൗസ്. ഞാൻ ദേഹത്ത് വെച്ച് കാണിക്കാം. ഇതാണ് സാരിയുടെ ലുക്ക് ആൻഡ് ഫീല്. ഇതും അതെ, നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. ഒരു അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ, ഒരു ഈവനിങ് ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ സിൽവർ സാരി ആകുന്നതുകൊണ്ട് നൈറ്റ് പാർട്ടികൾക്കൊക്കെ ഇത് നല്ലതായിരിക്കും. ചെറിയ സ്മോൾ ഫങ്ഷൻസ്, അത് നൈറ്റ് ആണെങ്കിൽ ഇങ്ങനെയുള്ള സിൽവർ സാരികൾ കുറച്ചുകൂടെ സൂട്ടബിൾ ആയിരിക്കും. ഓക്കെ, ഇനി രണ്ട് സാരി കൂടെ ഉണ്ട്. അതിൻ്റെ ബോർഡർ വ്യത്യാസമുണ്ട്. അതൊരു വെരി സ്മോൾ അല്ല, ഒരു മീഡിയം സ്റ്റൈൽ ബോർഡർ. ഓക്കെ, ഇതൊരു മസ്റ്റേർഡ് അല്ല, അതിനൊരു ഗ്രീൻ ഹൈലൈറ്റിംഗ് ബോർഡർ ഉണ്ട്. ഇതിൻ്റെ സാരിയുടെ രണ്ട് സൈഡിലും ബോർഡർ സെയിം തന്നെയാണ് ഈ സാരിക്ക്. പല്ലു ഒരു സ്ട്രൈപ്സ് ആയിട്ട് തന്നെ വരും. ഇതൊരു ഡിസൈനാണ്. ഇതിൻ്റെ സാരിയും അറ്റാച്ച്ഡ് ബ്ലൗസ് പീസ് സെയിം ആയിട്ട് തന്നെ വരും. ഇത് ഞാൻ ബോഡിയിൽ വെച്ച് കാണിക്കാം. ഇതിൻ്റെ ലുക്ക് ആൻഡ് ഫീല് ഇങ്ങനെയാണ് വരിക. ഇത് നമുക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസൊക്കെ ഇട്ട് ഇതിൻ്റെ ഗ്രീൻ കളർ ഇട്ട് തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് ഗ്രീൻ കളർ ബ്ലൗസൊക്കെ ഇതിൻ്റെ കൂടെ നന്നായി നമുക്ക് പെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ റണ്ണിങ് ബ്ലൗസ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് കോൺട്രാസ്റ്റ് ഗ്രീൻ ഉപയോഗിക്കാം. അത് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യും സാരീനെ. വേറൊരു കളറും കൂടിയുണ്ട്, ഒരു നേവി ബ്ലൂ ആൻഡ് മജന്ത ഹൈലൈറ്റിംഗ് ബോർഡർ. റണ്ണിങ് ബ്ലൗസ് തന്നെയാണ് വരുന്നത്, പക്ഷേ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഈ ഹൈലൈറ്റിംഗ് ബോർഡറിൻ്റെ ബ്ലൗസ് വെച്ച് പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ വെരി സോഫ്റ്റ്, വെരി കംഫർട്ടബിൾ ഹാൻഡ്ലൂം സാരീസ് ആണ്. വി ക്യാൻ യൂസ് ഫോർ ഡെയിലി യൂസ്, ലോങ് ഡേ പർപ്പസിനും ഇത് പറ്റുന്ന വെരി സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതാണ് സാരിയുടെ ലുക്ക് ആൻഡ് ഫീൽ. ഇത് നിങ്ങൾക്ക് സാരി ആവശ്യമുള്ളവരെ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. താങ്ക് യു.